ആ 34 കോടി കണ്ടിട്ട് ഇപ്പോഴും ഉറങ്ങാൻ പറ്റാത്ത കുറച്ച് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രക്കാരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വല്ലാതെ അറുപ്പിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഉറക്കമില്ല. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് 34 കോടി മലയാളികൾ, കേരളം, റഹീം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. അപ്പൊ അവര് ഒരു ക്യാമ്പയിൻ അടക്കം സ്ഥാപിച്ചിരുന്നു. എന്താണ് ആ ക്യാമ്പയിൻ? ആ ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നത് 34 കോടിയിൽ ഞാനില്ല എന്നുള്ളതാണ് ആ ക്യാമ്പയിൻ. അങ്ങനെ ആ ക്യാമ്പയിനും വിജയിച്ചില്ല. കാരണം അവർക്ക് ഉറപ്പാണ് ഇത് കേവലം മുസ്ലിം മാത്രമല്ല, കേവലം ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. മതമുള്ളവനും മതമില്ലാത്തവനും ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ 34 കോടിയിൽ ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏൽക്കില്ല എന്ന് തോന്നിയപ്പോൾ ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പൊ അടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. അത് വന്നത് മറ്റാരിൽ നിന്നുമല്ല, നമ്മുടെ പത്മജ വേണുഗോപാലിൽ നിന്നാണ്. പത്മജ വേണുഗോപാൽ ഈ അടുത്താണ് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയത്. അതോടുകൂടിയിട്ട് പത്മജ വേണുഗോപാലിന്റെ അത്യാവശ്യമുള്ള വിവരങ്ങളൊക്കെ പോയിട്ടുണ്ട്. കാരണം ഈ പാളയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻഡിലേക്കുള്ള അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള ഞരമ്പ് കട്ടയുമെന്ന് ട്രോളന്മാർ പറയാറില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം എന്തൊക്കെയോ വിളിച്ചു പറയാം. എന്താ പത്മജ വേണുഗോപാൽ പറയുന്നത്? ഈ 34 കോടി രൂപ അബ്ദുറഹീമിന് കിട്ടാൻ കാരണമായത് നരേന്ദ്രമോദിയാണ് പോലും. നരേന്ദ്രമോദിയാണ് പോലും അബ്ദുറഹീമിന് ഈ 34 കോടി രൂപ കിട്ടാനുള്ള കാരണം. അതിന് കാരണമായിട്ട് പത്മജ പറയുന്നത് ഇത്രയും വലിയ സാങ്കേതിക വിദ്യകൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി ഇല്ലായിരുന്നുവെങ്കിൽ ആ 34 കോടി കിട്ടില്ല എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞതിന്റെ അർത്ഥം. ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും പറയുന്നില്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പോസ്റ്റിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, ആ പോസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടാണ് പറയുന്നത് പത്മജ വേണുഗോപാൽ റഹീം രക്ഷപ്പെടാൻ കാരണം മോദി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഒന്നടങ്കം സന്തോഷിച്ച സമയമായിരുന്നു നമ്മുടെ സഹോദരൻ അബ്ദുറഹീമിന്റെ മോചനത്തിന് ആവശ്യമായ 34 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലായിരുന്നു ആ സഹോദരൻ 18 വർഷം സൗദി ജയിലിൽ കിടന്നത്. നമ്മളെല്ലാവരും ഇപ്പൊ പത്മജ വേണുഗോപാൽ ആ സഹോദരന് വേണ്ടിയിട്ട് എത്ര ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനോട് പറയണ്ട. പക്ഷെ ആ സഹോദരന്റെ മോചനത്തിന് ആവശ്യമായ തുക ഇത്രയും വേഗം സമാഹരിക്കാൻ കഴിഞ്ഞതിന് ഭാരതത്തിന് ടെക്നോളജി രംഗത്തുണ്ടായ അതിവേഗ വളർച്ചയാണ്. ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഭാരതത്തിന്റെ അതിവേഗം വ്യാപകമാക്കിയത് ആണ്. ഒറ്റ ക്ലിക്കിൽ 34 കോടി രൂപ മണിക്കൂറുകൾ കൊണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞത്. UPI എന്ന സാങ്കേതിക വളർച്ചയാണ് ഇത്രയും പണം പെട്ടെന്ന് സമാഹരിക്കാൻ കഴിഞ്ഞ അത്ഭുത നേട്ടത്തിന് കാരണമായത്. ഇന്ത്യ ഇന്ന് ഡിജിറ്റൽ എക്കണോമിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ബിൽഗേറ്റ്സ് ഈയിടെ പറഞ്ഞത്, ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശംസയായി കാണുന്നു. ബിൽഗേറ്റ്സ് പറഞ്ഞത് ഇന്ത്യ ഡിജിറ്റൽ സൂപ്പർ പവറായി മാറിയിരിക്കുന്നു. ഈ വളർച്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അബ്ദുറഹീമിന്റെ അമ്മയുടെ പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ ബോബി ചെമ്മണ്ണൂരിന് സമൂഹത്തിന് നന്ദി. ഇതാണ്. ഇനി ലാസ്റ്റിലേക്ക് വരുമാണ് ട്വിസ്റ്റ്. മോദി സർക്കാർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, വികസന രംഗത്ത് ഭാരതത്തിനുണ്ടാക്കുന്ന അതിവേഗ വളർച്ചയെ ഈ അവസരത്തിൽ എല്ലാവരും രാഷ്ട്രീയം മറന്ന് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പത്മജ വേണുഗോപാൽ. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് എന്തുകൊണ്ട് വിമർശനത്തിന് അതീതമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൗഡ് ഫണ്ട് ഉണ്ടാക്കി പൊതുജനം മറ്റൊരു രാജ്യത്ത് പെട്ടുകിടക്കുന്ന ഒരാളെ രക്ഷിച്ചെടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാങ്കേതിക വിദ്യകളുടെ വളർച്ച രാജ്യത്തുണ്ടാവട്ടെ, രാജ്യം ഒരുപാട് വളരട്ടെ, അതിൽ നരേന്ദ്രമോദി സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സാധിക്കട്ടെ, എല്ലാം അവിടെ നിൽക്കട്ടെ. 34 കോടി രൂപ ബോച്ചയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യാചന നടത്തി പിരിച്ചെടുത്തിട്ടുള്ള ഈ പൈസ സമ്പാദിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താ ഉത്തരം? നരേന്ദ്രമോദി എന്താ ചെയ്യേണ്ടത്? പൊതുജനം ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നയതന്ത്ര ഇടപെടലിലൂടെ നമുക്ക് ഈ പറയപ്പെടുന്ന അബ്ദുറഹീമിനെ, ഈ സൗദി ഗവൺമെന്റുമായി സംസാരിച്ച് അബ്ദുറഹീമിനെ കൊണ്ടുവരാൻ പറ്റണമായിരുന്നു. അല്ലെ? ഖത്തറുമായിട്ട് ഇന്ത്യ നയതന്ത്ര ഇടപെടൽ നടത്തിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ മോചിപ്പിച്ച ചരിത്രമില്ലേ ഇന്ത്യക്ക്? അപ്പൊ നയതന്ത്ര ഇടപെടൽ നടത്താതെ നരേന്ദ്രമോദിയുടെ പക്കൽ ഇങ്ങനെ ഒരു ഫയൽ പോയിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി സമ്മതിക്കുമ്പോൾ, സുരേഷ് ഗോപി അത് പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. PM-ന്റെ അടുത്തേക്ക് ഈ ഒരു ഫയൽ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ.
അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നരേന്ദ്രമോദി, നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് കാണുക, അത് ഇവിടെ ഒന്ന് കാണിക്കുക, അത് വ്യക്തമായിട്ട് കാണാം. നരേന്ദ്രമോദിയുടെ പിക്ക്, റഹീമിൻ്റെ പിക്ക്, ഇയാളുടെ പിക്ക്. യഥാർത്ഥത്തിൽ മോദിക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഭരണകൂടത്തിനോ ഈ സംഭവത്തിൽ യാതൊരു റോളില്ല. യഥാർത്ഥത്തിൽ റോള് മലയാളികൾക്കാണ്. മലയാളികളായിട്ടുള്ള ഈ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും തോളോട് തോള് ചേർന്നത് കൊണ്ടുള്ള ഒരു വലിയ വിജയമാണിത്. ഇതിന്റെ ക്രെഡിറ്റ് എവിടെയും കൊണ്ടുപോയി കൊടുക്കേണ്ട. ഇത് പൊതുജനത്തിനുള്ള ക്രെഡിറ്റ് ആണ്, ഇത് ബോബി ചെമ്മണ്ണൂരിനുള്ള ക്രെഡിറ്റ് ആണ്. കാരണം അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് അതിനിടയിൽ ആരെയും കുത്തിക്കേറ്റണ്ട. കാരണം പത്മജ വേണുഗോപാലിനെ ഇപ്പോ എല്ലാ പോസ്റ്റ് ഇടുമ്പോഴും മോദിയെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം അങ്ങനെ അല്ലാത്തവർക്ക് നിലനിൽപ്പുണ്ടാകില്ല അവിടെ. കാരണം എല്ലാത്തിനും മോദി, എന്ത് കഴിഞ്ഞാൽ മോദിയുടെ കാര്യം കണക്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 34 കോടി രൂപ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും വന്നിട്ടുള്ള ഈ തുക അത് മലയാളികളുടെ സ്നേഹമാണ്. ഈ രാജ്യത്തെ മതേതര സമൂഹത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള സ്നേഹമാണ് ആ 34 കോടി. ആ 34 കോടിയിൽ വെറുപ്പ് പ്രചരിപ്പിച്ച ആളുകളില്ല. ആരില്ല? ശശികലയില്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ നരേന്ദ്രമോദി ഉണ്ടാക്കിയ സിസ്റ്റം, അല്ലെങ്കിൽ ഈ പത്മജ വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, നമ്മളൊക്കെ ചേർന്നിട്ട്. എവിടെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? എവിടെയാണ് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? ഞാൻ വെറുതെ ചോദിക്കുന്നില്ല, നിങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ പിരിവിന്റെ സമയത്ത് ബോബി ചെമ്മണ്ണൂറിന്റെ കൂടെ ഉണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയയിൽ ഇതിനു വേണ്ടിയിട്ട് വാദിച്ചിരുന്നോ? കേവലം നിങ്ങൾക്കകത്ത് നിന്ന് പറയാൻ പറ്റുന്നത് സുരേഷ് ഗോപിയെ മാത്രമാണ്. അതും ബോബി ചെമ്മണ്ണൂർ ഒരു പരസ്യമായിട്ട് വേദിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം. അപ്പൊ നിലവിലെ 34 കോടി രൂപ, 34 കോടി രൂപയുടെ ഈ ക്രൗഡ് ഫണ്ടിങ് കണ്ട് രാജ്യം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അറബ് ലോകം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. കാരണം മലയാളികൾക്ക് ഇങ്ങനെ ഇത്രയും ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും, മലയാളികളെ കൊണ്ട് പറ്റും. ഇതല്ല, ഇതിനപ്പുറം മലയാളികൾ ചെയ്യും. ഒരു ജീവന് വേണ്ടിയിട്ട് മലയാളികൾ തെരുവിലിറങ്ങും. യാചിക്കാനെങ്കിൽ യാചിച്ച് ഫണ്ട് കണ്ടെത്തും. കാരണം മലയാളിക്കറിയാം, മനുഷ്യനെ വർഗീയതയുടെ ജാതിയുടെ പേരിൽ വേട്ടയാടുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ മനുഷ്യന്റെ ജീവന് ഇത്ര വിലയുണ്ട്. ആ വില എങ്ങനെ സമ്പാദിച്ചിട്ടാണെങ്കിലും കൊടുക്കാൻ മലയാളികൾ തയ്യാറാണെന്ന് ഈ രാജ്യത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഈ രാജ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇടയിൽ മോദിയെ കയറ്റേണ്ടി വരും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് നരേന്ദ്രമോദിക്ക് അഭിമാനിക്കാം. കേരളത്തിൽ ഇത്രയും വലിയൊരു ഫണ്ട് ഉണ്ടാക്കി കൊടുത്തതിൽ നരേന്ദ്രമോദിക്ക് സന്തോഷിക്കാം. കാരണം ഞാൻ ഭരിക്കുന്ന രാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൂട്ടം ആളുകൾ 34 കോടി രൂപ ഉണ്ടാക്കി മറ്റൊരു രാജ്യത്ത് തടവിലാക്കപ്പെട്ട ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതിൽ നരേന്ദ്രമോദിക്ക് അഭിമാനിക്കാം. കാരണം എന്തിനും പ്രാപ്തരായ ഒരു കൂട്ടം ശക്തരായ വിവരമുള്ള ജനങ്ങൾ എൻ്റെ രാജ്യത്തുണ്ട് എന്നുള്ളതിൽ നരേന്ദ്രമോദിക്ക് അഭിമാനിക്കാം. അതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ പേര് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. പക്ഷേ ആ 34 കോടിയിൽ എവിടെയും BJP ഇല്ല, എവിടെയും BJP ഇല്ല, എവിടെയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയും ഇല്ല. മറിച്ച് അവിടെ മനുഷ്യരേ ഉള്ളൂ. ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒരുമിച്ചതിൻ്റെ ഫലമാണ് ആ 34 കോടി. ആ 34 കോടി രൂപ മലയാളികൾക്ക് കിട്ടിയ ഒരു പൊൻകിരീടം തന്നെയാണ്, ഒരു പൊൻതൂവൽ തന്നെയാണ്, അഭിമാനം തന്നെയാണ്, അന്തസ് തന്നെയാണ്. അത് കണ്ട് സഹിക്കാൻ വയ്യാത്ത ആളുകൾ പലർക്കും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ നോക്കും. അതിലെന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശ്രീമാൻ ബോച്ചയ്ക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ മുത്ത് ബോച്ചയ്ക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ ആരെയും തള്ളിക്കയറ്റരുത്. അവിടെ ഒരുപാട് ഇൻഫ്ലുവൻസർമാരുണ്ടായിട്ടുണ്ട്. എൻ്റെ സുഹൃത്തായിട്ടുള്ള സാബി ഇൻസ്പയറൊക്കെ അതിശക്തമായ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കടൽ മച്ചാൻ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ പേരൊക്കെ പറയണ ഒരുപാട് ആൾക്കാരെ പേര് പറയേണ്ടി വരും. ഞാൻ ഇതൊക്കെ ഇങ്ങനെ നമ്മളെ ചുറ്റുപാടുള്ളത് കൊണ്ട് ആപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആ സംഘം, മൂവർ സംഘം, അവരൊക്കെ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും മതിയാകില്ല. അവരുടെയൊക്കെയാണ് പേരുകൾ പരാമർശിക്കേണ്ടത്. അല്ലാതെ വെറുതെ വന്നിട്ട് കുമ്മനടിക്കുന്ന പരിപാടി അത് അവസാനിപ്പിക്കുക, അത് നടക്കില്ല. എന്തായാലും നന്ദി. ന്യൂസ് ഡെസ്ക് പബ്ലിക്.